ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്ത് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ നീളും. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 30,495 പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2040 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ്. മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ ഇക്കാലയളവിൽ അനുവദനീയമല്ല. വോട്ടെടുപ്പ് പൂർത്തിയാകും വരെ സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രങ്ങളിലെത്തി വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ഏറ്റുവാങ്ങി. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക. 76,000 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്തുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര സേനയുടെ 160 സംഘങ്ങളും സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നാളെ പൊതു അവധി നൽകിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കടക്കം വേതനത്തോടു കൂടിയ അവധി ബാധകമാണ്. നിശബ്ദ പ്രചാരണ വേളയിൽ ചില TV ചാനലുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും തിരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടി മാധ്യമങ്ങളിൽ മുൻകൂർ അനുമതി നേടിയ പരസ്യങ്ങളൊഴികെ ഇലക്ട്രോണിക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഈ സമയത്ത് ഒരു വിധത്തിലുമുള്ള പരസ്യ പ്രചാരണം പാടില്ലെന്നും ഇവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് അവകാശപ്പെടുന്ന ചില വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണം. പോളിംഗ് ഏജന്റുമാരെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും മാറ്റമില്ലാതെ തുടരുമെന്നും കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതും സുരക്ഷാ സംവിധാനങ്ങളും കണക്കിലെടുത്താണ് നടപടി. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകളും ഏർപ്പെടുത്തും. കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടത്താൻ നിശ്ചയിച്ചിരുന്ന മനുഷ്യ ശൃംഖലയും ദീപം തെളിയിക്കലും ജില്ലകളിൽ നടത്താനിരുന്ന വിളംബര ഘോഷയാത്രകളും സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. എന്നാൽ സംസ്ഥാന തലത്തിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള വിളംബര ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരം പാളയത്ത് നിന്ന് ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിനും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതത്തിനും വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ സംഭാഷണവും നയതന്ത്ര മാർഗങ്ങളുമാണ് വേണ്ടതെന്ന നിലപാടാണ് ഇന്ത്യയുടേതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം പകർന്ന അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചതിന് പിന്നാലെ തീരുമാനത്തിന് ഇസ്രായേലും പിന്തുണ അറിയിച്ചിരുന്നു. ഇരുവശത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ ഉടൻ നിർത്തിവെക്കാനും ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകാനുമാണ് ധാരണ. അതേസമയം വെടിനിർത്തലിൽ ലെബനൻ ഉൾപ്പെടുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചു. എന്നാൽ ശാശ്വത വെടിനിർത്തലിന് ഇസ്രായേൽ ലെബനനിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ തീരുമാനത്തെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ വേണം ഇറാനിൽ നിന്ന് പുറത്തു കിടക്കാനെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ അനുമതിയില്ലാതെ ഇറാന്റെ കര അതിർത്തികളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. US-ഉം ഇറാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതോടെ ആഗോള എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രന്റ് ക്രൂഡ് വില 15% ഇടിഞ്ഞ് ബാരലിന് $94 രാജ്യത്തെ ഓഹരി വിപണികളും കുതിച്ചുയർന്നു. സെൻസസ് 2,913 പോയിന്റ് നേട്ടത്തിൽ 77,530-ലും നിഫ്റ്റി 885 പോയിന്റ് ഉയർന്ന് 23,979-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 2,920 രൂപ വർദ്ധിച്ച് 1,12,800 രൂപയും ഗ്രാമിന് 14,100 രൂപയുമാണ് ഇന്നത്തെ വില. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. വായ്പാ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ GDP 7.6%, നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇത് 6.9%-മാണ് പ്രതീക്ഷിക്കുന്നതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.